ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഇഫ്താർ വീഡിയോ ആണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇക്കുവിന് ഒരു യമണ്ടൽ സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ വീഡിയോ എൻ്റെ വരെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇഫ്താർ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ കിണിഞ്ഞ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ബുഫേ ആണ് അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ബുഫേ വേണ്ട, നോർമൽ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാനുള്ള ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ ഞങ്ങൾ അത്രയും ഐറ്റംസ് നോമ്പ് തുറന്ന ഉടനെ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ബുഫേ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഈ ഒരു ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു കപ്പിലിരിക്കുന്നത് ജ്യൂസാണ് കേട്ടോ, വാട്ടർമെലൺ ജ്യൂസാണ്. അതിൻ്റെ ഇടയിൽ ഹെസ ബേബിയുടെ കുറേ ഷോ ഇറക്കലൊക്കെ ഉണ്ടായിരുന്നു, കണ്ണാടിയും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ചിട്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ 65ഉം ഞങ്ങൾ ഒരു മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഗീ റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തെറ്റില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഹെസമോൾ എന്താണ് കഴിക്കുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. സ്പൈസി ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവളുടെ അളവിന് സ്പൈസി ആയിരുന്നു കേട്ടോ. പപ്പടമാണ് കേട്ടോ അവൾ കഴിക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഇക്കുനെ ഓഫീസിൽ വിട്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഇക്കുന് ഓഫീസ് വിട്ട് വരാനുള്ള ടൈം ആയപ്പോൾ ഞങ്ങൾ നേരെ ഓഫീസിൻ്റെ പാർക്കിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കുനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ വന്നത്. ഇന്ന് നമ്മളാണ് ഇക്കുനെ കൂട്ടിക്കൊണ്ട് വന്നത്. സാധാരണ എല്ലാ ടൈമിലും ഇക്കു സ്വന്തമായിട്ട് ഓഫീസിൽ പോകാറാണ്. ഇന്നിപ്പോൾ നേരം വൈകിയതുകൊണ്ട് ഇക്കുനെ ഓഫീസിൽ വിട്ടുകൊടുത്തതും ഞാൻ കൂട്ടാൻ വന്നതും ഞങ്ങൾ രണ്ടുപേരുമാണ്. എനിവേ, ഹെസ ബേബി നല്ല ഉറക്കിലായതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ വരെ വണ്ടി ഓടിച്ച് വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറൊരു കാര്യം, ഹെസ ബേബി ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിൽ കാർ സീറ്റിൽ വെച്ചിട്ട് വേഗം വണ്ടി ഓടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് ഈ ഒരു ഓഫീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. എനിവേ, നമ്മൾ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് കേട്ടോ ആ ഒരു ഫ്രണ്ട് വ്യൂ. ഞാൻ ഓഫീസിൻ്റെ ഇൻസൈഡൊന്നും വിശദമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഓരോരുത്തരുടെ പ്രൈവസി അല്ലേ. ഓൾസോ ഇറ്റ്സ് ഹിസ് വർക്ക് സ്പേസ്. അപ്പോൾ വർക്ക് സ്പേസ് നമ്മൾ എന്തായാലും യൂട്യൂബിൽ അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഓരോ ക്യാബിൻ പോയിട്ട് ഇങ്ങനെ എടുക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓഫീസിൻ്റെ അങ്ങും ഇങ്ങും കുറച്ച് ലൊട്ടിലൊടുക്ക് സ്ഥലങ്ങൾ മാത്രം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നുള്ളൂ. അപ്പം നമ്മൾ അകത്തേക്ക് ചെല്ലുമെന്ന് ഇക്കു എന്തായാലും വിചാരിച്ചില്ല. പുറത്ത് വെയിറ്റ് ചെയ്യാനാണ് ഇക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്കൊന്ന് അകത്തേക്ക് പോയി നോക്കാം. റിസപ്ഷനിൽ നിന്ന് നോക്കിയാൽ ഇക്കുൻ്റെ ക്യാബിൻ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം എനിക്ക് കുറച്ച് ഷൈ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇക്കുൻ്റെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നെൻ്റെ മനസ്സിൽ തോന്നിയതും കയറാൻ വേണ്ടി പോകുന്നതും. എന്തായാലും രണ്ടും കൽപ്പിച്ച് ബിസ്മിയും ചൊല്ലിയിട്ട് ഞാൻ ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുള്ളി ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറേ പേപ്പേഴ്സൊക്കെ എന്തൊക്കെയോ അങ്ങും ഇങ്ങും നോക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ സ്റ്റാമ്പ് അടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതാണ് കേട്ടോ ഇക്കുൻ്റെ ഓഫീസ്. അപ്പോൾ ഹെസ ബേബിക്ക് അവളെ പപ്പായ ഒട്ടും അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ സെക്കൻഡ് ടൈമാണ് ഇത് പോകുന്നതെങ്കിലും അവൾ കുഞ്ഞായതുകൊണ്ട് അവൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. എനിവേ, ഇക്കുവിൻ്റെ ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ അധികം അവിടെ ഇരുന്ന് ഡിസ്റ്റർബ് ചെയ്യാണ്ട് നേരെ റിസപ്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് റിസപ്ഷനിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ ഈ ഒരു ഓഫീസിൻ്റെ. അപ്പോൾ പുറത്ത് തന്നെ ഇറങ്ങുമ്പോൾ ഈ ഒരു ടോയ്സ് കണ്ടപ്പോൾ ഹെസ ബേബിക്ക് അതിലിരിക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഹെസ ബേബിക്ക് പതിവ് 1 ദിർഹംസ് കോയിൻ ഇട്ടിട്ട് ഇതിനകത്ത് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഇക്കുൻ്റെ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ചു വരും ഒറ്റയ്ക്കെന്ന് വിചാരിച്ചില്ല. അത് എന്താ അറിയോ സംഭവം, ഹെസമോള് കിടന്ന് ഉറങ്ങി ബാക്ക് സീറ്റിൽ. അതുകൊണ്ട് ഞാൻ അവളെ കാർ സീറ്റിൽ ബക്കിൾ ചെയ്ത് വെച്ചിട്ട് പതുക്കെ പോന്നു. അതാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണോ അതോ നമ്മളിനി സുഹൂർ കഴിക്കാൻ പോകുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ആരും എന്നെ ജഡ്ജ് ചെയ്യരുത്. പകുതി അവിടെയും പകുതി ഇവിടെയൊക്കെ ആയിട്ടാണ് ഞാൻ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇക്കുൻ്റെ ഓഫീസിലെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഈ ഒരു റമദാൻ നൈറ്റ് മാർക്കറ്റിലേക്കാണ്. നൈറ്റ് മാർക്കറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എക്സ്പോ സെൻറ്റർ ഷാർജയിലാണ്. അപ്പോൾ March 6 to 30 വരെയാണ് ഇവിടെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളതെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡൊക്കെ.
അപ്പോൾ നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയി നോക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഭയങ്കര വലുപ്പമുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 12 മണിയായി, എന്നിട്ടും ഇഷ്ടം പോലെ ആൾക്കാർ ഇതിനകത്തേക്ക് കയറി പോകുന്നുണ്ട്, ഇറങ്ങിയും വരുന്നുണ്ട്. ഗൈസ്, ഈ ഷാർജ എക്സ്പോ സെൻറ്ററിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഒരു 10 ദിറംസിൻ്റെ ടിക്കറ്റ് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇവിടെ ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല വലുതായിരുന്നു. ഞങ്ങൾ പക്ഷേ കുറച്ച് വൈകിയ വേളയിലായിരുന്നു എത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എക്സ്പ്ലോർ ചെയ്തതെല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്.